നടത്തിവരുന്ന ഈ ജനകീയ സമരം വരും കാലങ്ങളിൽ കൂടുതൽ തലങ്ങളിലേക്ക്, കൂടുതൽ ഇടങ്ങളിലേക്ക്, ജനഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ പരപ്പിൽ ആശയം എത്തിച്ചേരുന്നതിന്റെ ആവശ്യകതയാണ് നാം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ആലോചിച്ച് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സമരത്തിന്റെ ദീർഘമായ ഈ 121 ദിവസം പിന്നിടുമ്പോഴും 221 ദിവസം പിന്നിടുമ്പോഴും സമരത്തിന്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീ രമേശ് രവി ഉൾപ്പെടെയുള്ള അംഗങ്ങൾ പുതിയ ചില തീരുമാനങ്ങളും പുതിയ ചില ആശയം എന്നാൽ 50 അടി എന്നുള്ളത് തന്നെയാണെങ്കിലും സമര രീതിയിൽ ചില മാറ്റങ്ങൾ ആവശ്യമാണെന്ന് നമ്മൾ കാണുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ മനസ്സുപോലെയുള്ള വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളെയും റെസിഡൻസ് അസോസിയേഷനുകളെയും മറ്റ് ജനകീയ സംഘടനകളെയും ഒന്നുകൂടി ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് ആശയം ആഴത്തിലേക്കും പരപ്പിലേക്കും പകർത്തുവാൻ വേണ്ടി ഈ സംഘടനകളെയും ജാതി മത ഭേദമന്യേ രാഷ്ട്രീയത്തിന് അതീതമായുള്ള പ്രവർത്തകരെയും കൂട്ടിയിണക്കിക്കൊണ്ട് വരും കാലങ്ങളിൽ, അതായത് മുല്ലപ്പെരിയാർ 50 അടി ഹൈറ്റിൽ പുതിയ ടണൽ എന്ന നമ്മുടെ ആശയം വ്യാപകമായി ജനങ്ങളിലെത്തിക്കുകയും അത് നടപ്പിലാകുന്നവരെയും ഗവൺമെന്റ് തലത്തിലും, അതായത് ജനകീയ ഭരണകൂടം, കേരള ഗവൺമെന്റ്, തമിഴ്നാട് ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ്, ജനകീയ ഗവൺമെന്റുകൾ ഈ കാര്യങ്ങൾ ശ്രദ്ധയോടെ പരിഗണിക്കുന്നതുവരെ, നടപ്പാക്കുന്നതുവരെ ഈ വക സംഘടനകളെ യോജിപ്പിച്ചുകൊണ്ടും മുന്നോട്ടുള്ള പ്രയാണത്തിനുള്ള ഒരുക്കത്തിലാണ് നമ്മുടെ സമിതി. ആ സമിതിയിൽ ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല. കൂടുതൽ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ആളാണ് ഇവിടെ ഉള്ളത്, നമ്മുടെ സ്റ്റേജിലും ഈ പരിസരത്തുമൊക്കെ ഉള്ളത്. അപ്പോ ഈ ആശയപ്രകടനത്തിന് പിന്നിൽ ഇനിയും മറ്റു എല്ലാ സംഘടനകളുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ടും മനസ്സുപോലെയുള്ള സംഘടനകളുടെ കൂടുതൽ പ്രവർത്തകരെ രംഗത്തിറക്കിയും വരും കാലങ്ങളിൽ 1-2 ആളുകളെയെങ്കിലും നമ്മുടെ സമർപ്പണത്തിൽ ഉപവാസത്തിന് അയക്കുകയും ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അഭ്യർത്ഥിക്കുന്നു. അഭിവാദ്യങ്ങൾ.